രാഹുൽ മാങ്കുടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനങ്ങൾ ഇന്നും തുടരുകയാണ്. 4 ജില്ലകളിലാണ് പ്രതിഷേധം. ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. കോഴിക്കോട് വലിയ രൂപത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചിരിക്കുന്നു. ഫ്ലക്സ് ബോർഡുകൾ തകർത്തുകൊണ്ടാണ് പ്രതിഷേധം മുന്നേറുന്നത്. ബാരിക്കേഡുകൾ സ്ഥാപിച്ച് പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞിട്ടുണ്ട്. പക്ഷേ ശക്തമായ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ദൃശ്യങ്ങളിലേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ശക്തമായ പ്രക്ഷോഭം തുടരുകയാണ് യൂത്ത് കോൺഗ്രസ്. 4 ജില്ലകളിലാണ് ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ശക്തമായ പ്രതിഷേധമാണ് അവിടെ കാണാൻ കഴിയുന്നത്. വനിതാ പ്രവർത്തകരടക്കം മുദ്രാവാക്യം മുഴക്കി ശക്തമായ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. ഫ്ലക്സ് ബോർഡുകളൊക്കെ നശിപ്പിച്ചുകൊണ്ടാണ് പ്രതിഷേധക്കാർ എത്തിയത്. ആ പ്രതിഷേധം തുടരുകയാണ്. 4 ജില്ലകളിലാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. കൂടാതെ ഈ മാസം 17-ന് നൈറ്റ് മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസൻ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യും. സെക്രട്ടേറിയറ്റിലേക്കാണ് നൈറ്റ് മാർച്ച്. ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രതിഷേധക്കാർ അവിടെ കുത്തിയിരുന്ന് മുദ്രാവാക്യം മുഴക്കുകയാണ്. വനിതാ പ്രവർത്തകരും വളരെ സജീവമായി തന്നെ മുൻനിരയിൽ നിൽക്കുന്നു. ആലപ്പുഴയിൽ ഇന്നലെ ക്രൂരമായ നരനായാട്ടിന് വിധേയമായെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ വീര്യം ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നതിന്റെ തെളിവാണ് കോഴിക്കോട് നിന്ന് കാണുന്ന ഈ ദൃശ്യങ്ങൾ. ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പ്രതിഷേധക്കാരുടെ നേർക്ക്. ദൃശ്യങ്ങളിലേക്ക് ഇപ്പോൾ വിശദാംശങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്നും ഷഹദ് റഹ്മാനും ചേരുന്നു കോഴിക്കോട് നിന്ന്. ആദ്യം ഷഹദ് റഹ്മാനിലേക്ക്. ഷഹദ്, എന്താണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്? യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരമാണ് കോഴിക്കോട് കലക്ട്രേറ്റിൽ കാണാൻ സാധിക്കുന്നത്. അല്പസമയം മുൻപാണ് എരഞ്ഞിപ്പാലത്ത് നിന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോഴിക്കോട് കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് ആദ്യഘട്ടത്തിൽ തന്നെ സംഘർഷത്തിലേക്ക് വഴിമാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോലീസ് ഇപ്പോൾ 2 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചു. ഈ വഴിയിലുടനീളം വരുന്ന വഴിക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന സർക്കാരിന്റെ ഫ്ലക്സ് ബോർഡുകൾ കീറി എറിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ചില പ്രവർത്തകരെങ്കിലും ഈ പോലീസിന് നേരെ കല്ലെറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ അവരുടെ കൈവശമുണ്ടായിരുന്ന കമ്പുകളും മറ്റും ഉപയോഗിച്ച് ഇത്തരത്തിൽ പോലീസിന് നേരെ എറിയുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു. ഇപ്പോൾ ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടക്കുകയും ചെയ്തു. അതിനിടയിലാണ് ഇപ്പോൾ ഈ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുള്ളത്. വലിയ രീതിയിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ പ്രവർത്തകർ കോഴിക്കോട് കളക്ട്രേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പോലീസിന് നേരെ ഒരു വിഭാഗം പ്രവർത്തകർ കല്ലെറിയുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് അനുബന്ധ സാധനങ്ങളും, അതായത് കയ്യിലുണ്ടായിരുന്ന വടിയും അതുപോലെ തന്നെ കഷ്ണങ്ങളും എറിയുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഒപ്പം തന്നെ വലിയ രീതിയിൽ, അതായത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരും ഇതിനൊപ്പമുണ്ട്. അല്പസമയത്തിനകം K മുരളീധരൻ MP ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഉദ്ഘാടന സെക്ഷനിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ കോഴിക്കോട് കളക്ട്രേറ്റിന് മുന്നിൽ കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് വഴിമാറുന്നു. നമുക്കറിയാം, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങൾ നടക്കുന്നുണ്ട്. ഒട്ടുമിക്ക മാർച്ചുകളും പ്രതിഷേധ സമരങ്ങളും അക്രമാസക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കോഴിക്കോട് കളക്ട്രേറ്റിലേക്ക് ഇത്തരത്തിൽ കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുകയും അത് അക്രമത്തിൽ കലാശിക്കുകയും ചെയ്തിട്ടുള്ളത്. 2 തവണയാണ് ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അല്പസമയത്തിനകം മുരളീധരൻ MP ഇവിടെ എത്തുകയും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നാണ് ആദ്യഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ പ്രവർത്തകർ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ബാരിക്കേഡ് മറികടക്കാൻ ചില പ്രവർത്തകരെങ്കിലും ശ്രമിച്ചു. ആ ഘട്ടത്തിലാണ്. ശരി, ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷഹദ്, വലിയ പങ്കാളിത്തമുണ്ട്. അതുപോലെ തന്നെ സമരവീര്യം ഒട്ടും കുറഞ്ഞിട്ടില്ല. പോലീസിനെ നേർക്കുനേർ അഭിമുഖീകരിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം തന്നെയാണോ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം കോഴിക്കോട് കാഴ്ചവെക്കുന്നത്? വേണോ തീർച്ചയായും
ഷഹദ് തുടർന്നോളൂ. ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് യൂത്ത് കോൺഗ്രസിന്റെ കളക്ടറേറ്റ് മാർച്ചിൽ 2 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എരഞ്ഞിപ്പാലത്ത് നിന്നാണ് കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് ജില്ലാ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് 4 ജില്ലകളിലാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. കോഴിക്കോട് നിന്നുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിലാണ് വലിയ തോതിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. വനിതാ പ്രവർത്തകർ അടക്കമുള്ളവർ ശക്തമായി തന്നെ മുദ്രാവാക്യം മുഴക്കി മുൻനിരയിൽ നിൽക്കുകയാണ്. പ്രതിഷേധത്തിന്റെ ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. 2 വട്ടമാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പോലീസിന് നേരെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കല്ലേറുമുണ്ടായി. തുടർന്നായിരുന്നു ജലപീരങ്കി പ്രയോഗം. അല്പസമയത്തിനകം കെ മുരളീധരൻ MP അവിടെ എത്തും. പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യും.